പ്രിയമുള്ളവരെ, നമ്മുടെ വായന തുടരുകയാണ്. നമ്മൾ ഓരോ ദിവസവും വായിക്കുന്നതിന് തുടർച്ചയാണ് അടുത്ത ദിവസം വായിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ ഓരോ എപ്പിസോഡും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അതിനാൽ ഈ എപ്പിസോഡിന് ശേഷം വരുന്ന ഭാഗങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്ന ഭാഗങ്ങൾ കൃത്യതയോടെ കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. വായന തുടരാം. ഭക്ഷണം തയ്യാറായി കഴിഞ്ഞപ്പോൾ പരസ്പര സംഭാഷണങ്ങൾ ആസ്വദിച്ച് ഞങ്ങളത് ഭക്ഷിച്ചു. രാത്രി ഏറെ ഇരുട്ടിയിരുന്നതിനാൽ തീയിൽ നിന്നുള്ള പ്രകാശം മാത്രമാണ് ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന തോബിയാസ് എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞ് ശരിയാണ് യേശുവേ, ഈ ആളുകളൊക്കെ സംസാരിക്കുന്നത് എനിക്ക് വളരെ രസകരമായി തോന്നുന്നു. മുമ്പൊരിക്കലും എനിക്കിതുപോലെ തോന്നിയിട്ടില്ല. ഓരോ വ്യക്തിയിലുമുള്ള സ്നേഹം ദർശിക്കുവാൻ നിനക്കപ്പോൾ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് നിനക്ക് ആമോദമാകുന്നത്. ഈ മേഖലയിൽ അന്ധരായി കഴിയുന്ന അനേകം ആളുകളെ കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ്, ഞാൻ പ്രതിവചിച്ചു. തോബിയാസ് പിന്നെയും മറ്റാരോടോ സംസാരിക്കുവാനായി പോയി. എൻ്റെ ഇരുവശങ്ങളിലുമായി മത്തിയാസും ഷിമിയോനും ഇരുന്നിരുന്നു. മത്തായിയുടെ തോളിൽ ചാരിയിരുന്ന് ഉറങ്ങുകയായിരുന്നു ബർത്തലോമിയോ. ഷിമിയോൻ ബർത്തലോമിയോയെ നോക്കിയിട്ട് പറഞ്ഞു, അവൻ പിന്നെയും ഉറക്കമായി. ഇതെങ്ങനെ സാധിക്കുന്നു? ഇവൻ എവിടെ ഇരുന്നാലും ഉറങ്ങുവാനാകും. ഒരുപാട് അസ്വസ്ഥതകളുടെ നടുവിലും അവന് ശാന്തമായിരിക്കാൻ കഴിയുന്നത് നല്ലതാണ്, ഞാൻ പറഞ്ഞു. കർത്താവേ, ഇവൻ മറ്റ് ആരുടെയെങ്കിലും എവിടെയെങ്കിലും ശാന്തമായിരുന്നി എന്ന് ഞാൻ ആശിക്കുകയാണ്, മത്തായി പറഞ്ഞു. ഇവന് നല്ല ഭാരമുണ്ട്. ഞാൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് ബർത്തലോമിയോയുടെ അടുത്ത് ചെന്ന് അവനെ മത്തായിയുടെ ചുമലിൽ നിന്നും മാറ്റിക്കിടത്തി. ചുരുട്ടി വെച്ചിരുന്ന ഒരു പുതപ്പിനുമേൽ ഞാൻ ശ്രദ്ധയോടെ അവൻ്റെ തല വെച്ചു. മത്തായി കൈകൾ വിരിച്ച് നടുവ് നിർത്തുമ്പോൾ പറഞ്ഞു, നന്ദി കർത്താവേ, എനിക്ക് വേദനിക്കുവാൻ തുടങ്ങിയിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എല്ലാം മറന്നുറങ്ങുന്ന ബർത്തലോമിയോയെ ഞാൻ നോക്കി. അവൻ്റെ വദനം കാണുമ്പോൾ ഉറങ്ങുവാനായി പ്രയാസപ്പെടുന്ന അനേകരെ ഞാൻ കണ്ടു. വിശ്രമിക്കുവാനാകാത്തവർ, ജീവിതത്തിൽ യാതൊരു സമാധാനമില്ലാത്തവർ. ആ മുഖത്ത് നോക്കുമ്പോൾ ബർത്തലോമിയോയെ പോലെ എല്ലാവരെയും സമാധാനമുള്ളതായിരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. കർത്താവെ, ഇവനിത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഷിമിയോൻ ചോദിച്ചു. ഇത്ര ദീർഘവും ഗാഠവുമായി ഉറങ്ങുവാൻ എങ്ങനെയാണ് പറ്റുന്നത്? അവൻ്റെ ഹൃദയത്തിൽ ശാന്തതയുള്ളതുകൊണ്ടാണ് അവന് ഈ വിധം ഉറങ്ങുവാനാകുന്നത്. അവൻ ഏറെ ആകുലപ്പെടുന്നില്ല. ആരോടും ദേഷ്യമോ വെറുപ്പോ വെച്ച് പുലർത്തുന്നുമില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാൻ അവന് നല്ല സമാധാനമാണ്. അവൻ്റെ ജീവിതത്തിന് സ്വച്ഛത പകരുന്ന സമാധാനമാണത്. അത് അവൻ്റെ ആത്മാവിന് സ്വാഭാവികതയും നൽകുന്നു. അതുകൊണ്ട് ബർത്തലോമിയോ നന്നായി ഉറങ്ങുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. എല്ലാവർക്കും അവനെ പോലെ ആകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞു. മർക്കോസ് അടുത്തു വന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് എല്ലാവരുടെയും അടുത്തു നിന്ന് മാറ്റിക്കൊണ്ടു പോയിട്ട് സ്വരം താഴ്ത്തി ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് തോബിയാസിനെ ശ്രദ്ധിച്ചുവോ? ഈ രാത്രിയിൽ അവൻ സാധാരണ പോലെയല്ല. സാധാരണ അവൻ ഒറ്റയ്ക്കിരിക്കും, വളരെ കുറച്ച് മാത്രം സംസാരിക്കും. പക്ഷേ ഇന്ന് അവൻ എല്ലാവരോടും സംസാരിക്കുന്നു, ആനന്ദിക്കുന്നു. എനിക്ക് സന്തോഷമായി, കാരണം അവൻ എൻ്റെ അനന്തരവനാണ്. എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടായിരുന്നു. ഇതിന് ദൈവത്തോട് നന്ദി പറഞ്ഞൊരു കൊച്ചു പ്രാർത്ഥന ചൊല്ലണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, നിന്റെ അനന്തരവൻ്റെ സങ്കോചവും അനിശ്ചിതത്വവും മാറിയിട്ട് അവൻ സൗഖ്യമുള്ളവനായി തീരുവാൻ നീ ദൈവത്തോട് ഹൃദയത്തിൽ ഏറെ നാളായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം നീ രഹസ്യമാക്കി വെച്ചു. നീ അവനെ സ്നേഹിക്കുന്നതിനാൽ അവൻ ഒറ്റപ്പെട്ടവനായി ജീവിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നീ ദൈവത്തോട് ചോദിക്കുകയും ദൈവം നിന്നോട് ഉത്തരമരുളുകയും ചെയ്തു. ഇതൊരു പ്രാർത്ഥനയായി നീ കരുതിയിരുന്നില്ലെങ്കിലും അതുതന്നെയായിരുന്നു അത്. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ അത് നന്നായി മറച്ചു വയ്ക്കുന്നു എന്ന് മാത്രം. ഇപ്പോഴും പിന്നെ എല്ലാ ദിവസവും നന്ദിയുടെ ഒരു ചെറു പ്രാർത്ഥന അർപ്പിച്ചാൽ അത് ദൈവത്തിന് അമൂല്യമാണ്. മാത്രമല്ല, പ്രാർത്ഥന നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു വരദാനമാണ്, ഞാൻ വിശദമായി പറഞ്ഞു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അങ്ങ് ഇത്രയേറെ എങ്ങനെ അറിയുന്നു? എൻ്റെ ചിന്തകളും അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങ് ആരാണ്? ബന്ധിതരെ മോചിപ്പിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്ന പിതൃസ്നേഹമാണ് ഞാൻ. അങ്ങ് പറഞ്ഞ വാക്കുകളുടെ അർത്ഥമെന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, നടുങ്ങി എന്നവണ്ണം മർക്കോസ് പറഞ്ഞു. ഞാൻ അവൻ്റെ ഹൃദയത്തിൽ നോക്കി പറഞ്ഞു, നീ ദൈവത്തോട് ചോദിച്ചു, ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളി. ഒരു ദിവസം ദൈവം നിന്നോട് ചോദിക്കും, നീ അവിടുത്തെ വിളിക്ക് മറുപടി കൊടുക്കുകയും ചെയ്യും. മർക്കോസ് എൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ വീണു. അങ്ങ് ആരെന്ന് ഞാനിപ്പോൾ അറിയുന്നുവെന്ന് തോന്നുന്നു. പലരും മിശിഹായെക്കുറിച്ച് പറയുന്നു, എന്നാൽ ഞാൻ അവനെ കാണുകയെന്നാൽ. ഇങ്ങനെ പറയുമ്പോൾ അവൻ എൻ്റെ പാദങ്ങൾ ചുംബിക്കുവാൻ തുടങ്ങി. ഞാൻ കുനിഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇത് നമ്മൾ തമ്മിലുള്ളതാണ്. ഇതേക്കുറിച്ച് മറ്റുള്ളവർ അറിയേണ്ട സമയം ഇനിയുമായിട്ടില്ല. ഞാൻ വാക്ക് തരുന്നു കർത്താവേ, എന്നെ വിശ്വസിക്കാം. അവൻ വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞു. വാഗ്ദാനങ്ങൾ പാലിക്കുകയും വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യുന്നവനാണ് അവനെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കർത്താവെ, അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വരികയെങ്കിൽ ചോദിക്കണം. എനിക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് തരും. മർക്കോസ് വാഗ്ദാനം ചെയ്തു. നിന്റെ സ്നേഹവും പ്രാർത്ഥനയും മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ഞാൻ നിന്നെ വിളിക്കും. അപ്പോൾ നീ മറുപടി ഏകുമെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു. എൻ്റെ നവീനമായ സഭ രൂപപ്പെടുന്ന അവസരത്തിൽ അവിടെ ആയിരിക്കുന്ന മർക്കോസിനെ അപ്പോൾ ഞാൻ ദർശിച്ചു. അവൻ സാവൂൾ എന്ന മനുഷ്യനാൽ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെടുന്നതും ഞാൻ കണ്ടു. ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ അവനെ എന്നിലേക്ക് വിളിച്ചപ്പോൾ അവൻ
ചിത്തനായിരുന്നില്ല. മിഴികളിൽ നിന്നു മിറ്റുവീണ ഒരിമകണം തുടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ പോയി എല്ലാവരോടുമൊത്ത് ആഹ്ലാദിക്കുവിൻ. ഞാൻ ഒരിറ്റു നേരം ഏകനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നത്തേതിലും അധികം ആഹ്ലാദിക്കുവാനായി മർക്കോസ് പോയി. ഞാൻ എനിക്കായി ജീവനർപ്പിക്കുന്നവരുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ധ്യാനിച്ച് ഏകനായി ആ വഴിയിലൂടെ നടന്നു. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതിൻ്റെ തുടർച്ചയായി നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ ഏവരും ശ്രദ്ധയോടുകൂടി ഇത് ഓർത്തിരിക്കുകയും നാളത്തെ എപ്പിസോഡ് കേൾക്കാനിടയാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു.